എല്ലാവർക്കും നമസ്കാരം. 2020 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ്സ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് വശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു 3-4 കമൻസ് ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത്, അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകരുത്. നിങ്ങൾ ഈ ഒലീവിയ ഡിസൈൻസിന് ഒപ്പമുള്ള പോസിറ്റീവ് കമൻസ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ നിന്നും, അതായത് കമൻറ്റ് സെക്ഷനിൽ നിന്നും റിമൂവ് ചെയ്തില്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസ് ഞാൻ അതിൻ്റെ താഴെ കണ്ടു. അപ്പം ഞാൻ ഈ കമൻസ് അതിൻ്റെ ഐഡിയ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസമേ ആയിട്ടുള്ളൂ ഈ ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എനിവേ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. എൻ്റെ സ്ഥലവും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്ക് പ്രതികരിക്കാം, ഇല്ലേ? അതുപോലെ തന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മളൊരു പ്രസ്ഥാനം അത് വളർത്തിക്കൊണ്ട് വരാൻ, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് വളർത്തിക്കൊണ്ട് വരാൻ നല്ല രീതിയിലുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. എന്തുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞ്, ഞാനും ഒരു ചെറിയ രീതിയിലുള്ള സംരംഭം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഒന്നുമല്ല അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സ്മൂത്തായിട്ട് പോകാനായിട്ട് നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്ത് ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മളൊരു എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ, അങ്ങനെ എന്തൊരു പ്രസ്ഥാനമാണെങ്കിലും, ഇപ്പോൾ ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ കേരളക്കര ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാവുന്ന ഒരു ഓൺലൈൻ വസ്ത്ര സ്ഥാപനമാണ് ഈ ഒലീവിയ. പെട്ടെന്നൊരു ദിവസം കുറച്ച് വീഡിയോസും, അതായത് ഓൺലൈൻ മീഡിയയിൽ കൂടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെഗറ്റീവ് കമൻസും ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പറയുകയാണ്, ഒരു വീഡിയോ ഇടുകയാണ്, ഞാനിത് നിർത്തുന്നു, ഞാൻ ഈ പ്രസ്ഥാനം ഇനി മുതൽ തുടരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയത്? അതിലെന്ത്? കാരണം ഇത്രയും പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ അവിടെ വന്ന് കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ, അല്ലെ വീഡിയോ ഓൺ വോയിസ് എല്ലാം വീഡിയോ വന്ന് ചെയ്യുന്നത് കണ്ടു. ഇതുപോലെ എനിക്ക് അവിടുന്ന് ദുരനുഭവം, കാരണം പറയുന്ന സാലറിയും കാര്യങ്ങളും ഒക്കെയാണ് കറക്റ്റായിട്ട് കിട്ടാതെ ഞങ്ങളിങ്ങനെ പോരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ, അതായത് ഇന്നലെ അൽത്താഫ് വ്ലോഗിൻ്റെ ഇതിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഒലീവിയ ഡിസൈൻസിൽ അച്ചു ആയിട്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അൽത്താഫ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും രൂപ സാലറി, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഇതെല്ലാം ഫ്രീ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും രൂപ സാലറി കൊടുക്കാത്തതും, അല്ലാന്നുണ്ടെങ്കിൽ ഈ അക്കോമഡേഷനൊക്കെ ഫ്രീ അല്ല എന്ന് വരുന്നതും? അപ്പോൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കൊടുത്തോണ്ടല്ലേ ഇത്രയും കുട്ടികൾ ഈ കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും, എവിടുന്ന പാലക്കാട്, കാസർഗോഡ് നിന്നൊക്കെ വരും പിള്ളേരുണ്ട്, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഇതും പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവിടെ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇത്ര ദിവസം കുഴപ്പമൊന്നുമില്ല, പിന്നീട് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി അല്ലെ അതിൻ്റെയും ഭാഗം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പല രീതിയിലും പല സങ്കല്പങ്ങളുമായിട്ട് വരുന്ന കുട്ടികളായിരിക്കാം. എനിക്ക് ഇത്ര സാലറി കിട്ടുമ്പോൾ ഇന്നെന്ന് പറഞ്ഞ് അങ്ങനെയായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മളവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും മറ്റൊരു രീതിയാണ് അവിടെ കാണുന്നുണ്ടെങ്കിൽ പലരും പ്രതികരിക്കും. അതാണ് ഇത്രയും കുട്ടികൾ വന്ന് പ്രതികരിക്കാനുണ്ടായ മെയിൻ കാരണം ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഞാൻ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെ അത് നെഗറ്റീവ് കമൻസ് പറഞ്ഞല്ല, ബാഡ് കമൻറ്റ് പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുക ഒന്നുമല്ല. ഇത്രയും നാളും നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രസ്ഥാനം പെട്ടെന്നൊരു ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു സംശയം അത് മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്? അത് മാത്രമാണ് എൻ്റെ സംശയം. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു വീഡിയോ തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അപ്പം എൻ്റെ നാടും കൂടെ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം അത്യാവശ്യം കത്തിപ്പടർന്നിരിക്കുന്ന ഒരു വിഷയമാണിത്. അതിൻ്റെ ബേസിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൽ കമൻ്റ് ഇടാൻ വരുന്നവരോട്, ഇപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, കമൻ്റ് ഇടാൻ വരുന്നവരോട് എൻ്റെ വീഡിയോയുടെ അടിയിലുള്ള കമൻസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഞാനൊന്നും ഡിലീറ്റ് ചെയ്തില്ല. നിങ്ങൾ ഇട്ടേക്കുന്നതും അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം എനിക്കിത്രയേ ഉള്ളൂ, നല്ല രീതിയിൽ ആ ഒരു സ്ഥാപനം മുൻപോട്ട് പോവുകയാണെങ്കിൽ, കാരണം അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ മുൻപോട്ട് തന്നെ പോകണം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്കൊന്നും അല്ലെ എന്നെപ്പോലെയൊക്കെ ചിന്തിക്കുന്നവർക്കുള്ളത്.
പെട്ടെന്ന് ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം അടച്ചു പൂട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്നവർക്ക് എളുപ്പമായിരിക്കാം, പക്ഷെ അത് ആ ഒരു ലെവലിൽ എത്തിച്ചവർക്ക് ചിലപ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു ആഘാതമായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അത്രയും കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു, അവരുടെ കുടുംബം അതൊന്നും പെരുവഴിയിലോട്ട് പോകാതെ നല്ല രീതിയിൽ ആ പ്രസ്ഥാനം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കൊണ്ടുപോകുക.